ഓക്കെ, നാഷണൽ സ്കിൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനിലെ റീജിയണൽ കോമ്പറ്റീഷൻ സിൽവർ മെഡലിസ്റ്റ് ഹരിപ്രസാദ് ആണ് ഇപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത്. ഓക്കെ, അപ്പോൾ ഹരിപ്രസാദ് കാർപ്പൻട്രി സെക്ഷനിൽ നാഷണൽ ലെവലിൽ സെക്കൻഡ് പ്രൈസ്, അതായത് സിൽവർ മെഡൽ ജേതാവാണ്. സൗത്ത് ഇന്ത്യയിൽ സിൽവർ മെഡലായിരുന്നു, നാഷണൽ പാർട്ടിസിപ്പേറ്റ്. ഓക്കെ, സൗത്ത് ഇന്ത്യയിൽ സിൽവർ മെഡൽ. ഓക്കെ, സൗത്ത് ഇന്ത്യയിൽ സിൽവർ മെഡൽ, നാഷണൽ ലെവലിൽ പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പം ഹരിപ്രസാദിൻ്റെ കുറേ പരിപാടികളുണ്ട്, നമുക്ക് എന്താണെന്ന് കാണാം. ഹരിപ്രസാദ് നമ്മുടെ ഏടാകൂടം എന്ന് പറഞ്ഞിട്ടുള്ള സംഭവത്തിൻ്റെ ഒരാളാണ്. എന്താണെന്ന് നമുക്കൊന്ന് കാണാം. ഹരിപ്രസാദ്, അപ്പോൾ ഹരിപ്രസാദിൻ്റെ ഓരോ പരിപാടികളാണ് കേട്ടോ, ഏടാകൂടങ്ങളാണ്. ഇതൊക്കെ കണ്ടോ, ഇതൊക്കെ ഒരു സിംഗിൾ പീസ് ഓഫ് ആർട്ടാണ്. ഇത് എങ്ങനെയാണ് ഇത് ചെയ്തത്? അതെ, ഏടാകൂടം എന്ന് വെച്ച് കഴിഞ്ഞാൽ പേരുണ്ടാവാൻ കാരണം, പേര് തന്നെ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ചോദ്യം തന്നെയാണ്. കാരണം ഇപ്പം ഒരു സാധനം കണ്ടു കഴിഞ്ഞാൽ ആ ഫസ്റ്റ് നമ്മൾ ചോദിച്ചില്ലേ അങ്ങനെ ഇതെങ്ങനെ ചെയ്തു എന്ന്, ആ ചോദ്യത്തിന് ശരിക്കും ഉത്തരം പറയാൻ പറ്റില്ല. ഓ, അതാണ് അതിന് കുഴപ്പിക്കുന്ന ചോദ്യമായിരിക്കും. അതിനാണ് ഏടാകൂടം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞത്. ഓക്കെ ഓക്കെ, അപ്പോൾ ഇത് ഓരോന്നും ഓരോ രീതിയിലുള്ള ഏതെങ്കിലും ഒന്ന് രണ്ടെണ്ണം നമുക്ക് കാണിക്കാൻ പറ്റുമോ? ഏടാകൂടം എന്ന് പറഞ്ഞ വാക്ക് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അഴിക്കാൻ പറ്റാത്ത കുരുക്ക് എന്നുള്ളൊരു വേർഡ് ഉണ്ട്, ഏടാകൂടത്തിന് മീനിങ് ഉണ്ട്. ആ മീനിങ് എന്നായിരിക്കണം ഏടാകൂടം എന്ന് പറഞ്ഞിട്ടുള്ള വാക്ക് വന്നിട്ടുണ്ടാവുക. കാരണം ഇതിലോരോ ജോയിന്റും നമുക്ക് എളുപ്പം അയച്ചെടുക്കാനും പറ്റില്ല, എളുപ്പം കണിച്ചെടുക്കാനും പറ്റില്ല. ആ രീതിയിലാണ് ഏടാകൂടം ഉണ്ടാക്കിയിട്ടുള്ളത്. അതിൽ കുറെ വെറൈറ്റി ടൈപ്സ് ആണ്, ഏകദേശം 50ഓളം ടൈപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. കുറച്ച് ഐറ്റം മാത്രമേ. എനിക്കിഷ്ടപ്പെട്ടൊരു ലോക്കിംഗ് സിസ്റ്റം കണ്ടായിരുന്നല്ലോ, ഒരു നമ്പർ ലോക്ക്. അതെന്തേ? നമ്പർ ലോക്കാണ് കേട്ടോ, ഹരിപ്രസാദ് ഉണ്ടാക്കിയ ഒരു നമ്പർ ലോക്കാണ്. ഇതെന്താ പരിപാടി? ഇതെങ്ങനെ നമ്പർ ലോക്ക് സിസ്റ്റം എന്ന് വെച്ചാൽ ഇപ്പൊ ഞാൻ ഡോറിൽ ചെയ്യാൻ വേണ്ടി നിൽക്കുന്നതാണ്. അപ്പൊ ഡോറിലേക്ക് ഇതേ ലോക്ക് ഡോറിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട്. അതിന്റെ ഒരു ഫസ്റ്റ് ബേസിക് ലെവലാണിത്. ഇതിനകത്ത് ഈ 4 സ്ലൈഡുകൾ നമുക്ക് മൂവ് ചെയ്യിക്കാൻ പറ്റും. അത് മൂവ് വെച്ച് ഒരു പർട്ടിക്കുലർ നമ്പറിൽ എത്തുന്ന ഈ സൈഡിൽ നമ്പർ കണ്ടോ, ഈ നമ്പറിന് കണക്കായി ഇതിന്റെ ലൈൻസ് അലൈൻ ചെയ്ത് ഒരു പർട്ടിക്കുലർ നമ്പറിന് കണക്കായി അലൈൻ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഈ ലോക്ക് റിലീസ് ആവുള്ളൂ. അതായത് ഇതിന്റെ ലോക്ക് ഇപ്പോൾ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ 2018 ലോക്ക്. 2018 വരാൻ കാരണം എന്ന് വെച്ചാൽ 2018 ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ടാണ് 2018. 2, 0, 1. കാരണം ഇതിൻ്റെ ഒരു ബേസിക് ലെവലാണ്, അതുകൊണ്ടാണ് ഇത്ര ടൈറ്റും കാര്യങ്ങളും കുറച്ച് അയച്ചെടുക്കും കുറച്ച് കമ്മിയുള്ളത്. ഓക്കെ, നമ്മള് VIP-യുടെ പെട്ടിയുടെ പുറത്തൊക്കെ ഈ സംഭവം കണ്ടിട്ടുള്ളൂ. ആ നമ്പറിന് മാറി സാധാരണ നമ്പർ ബുക്ക് പോലെ തന്നെയാണ്. ആ നമ്പറിന് മാറി ഇപ്പോൾ വേറെ ഏതെങ്കിലും ഒരു നമ്പറിലാണ് ഇതിന്റെ ലൈൻസ് കിടക്കുന്നതെങ്കിൽ ലോക്കായി. ഓക്കെ ഓക്കെ, അതിൻ്റെ ബേസിക് ലെവലാണ്. ഇന്റർനെറ്റിൽ ഫേസ്ബുക്കിലും വാട്സപ്പിലൊക്കെ വൈറലായിട്ട് വന്നിട്ടുണ്ടായ സാധനമായിരുന്നു ഈ ഒരു മോഡല്. എല്ലാവരും കണ്ടിട്ടുണ്ടാവണം ഈ 2 സാധനങ്ങൾ. അയച്ചു കാണിക്കാൻ പറ്റും. അവിടത്തിൻ്റെ പ്രത്യേകത ഇത് തന്നെയാണ്. പെട്ടെന്ന് അങ്ങനെ ട്രിക്കറിയാത്ത ആർക്കും അങ്ങനെ പെട്ടെന്ന് അയച്ചെടുക്കാനും പറ്റില്ല, എടുക്കാനും പറ്റില്ല. ഇപ്പം അയച്ചു കഴിഞ്ഞപ്പോൾ ഒരാളെ കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ ഒന്നും അറിയാത്ത ആളാണെങ്കിൽ ഒന്ന് വിട്ടു. ഒന്ന് വേഗം സെറ്റ് ചെയ്യാൻ പറ്റുമോ? ഇപ്പം ജോയിൻ ചെയ്തതിന് ശേഷം വെച്ച് കഴിഞ്ഞാൽ ഏത് പീസാണ് ജോയിൻ ചെയ്തതെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. ഏടാകൂടത്തിൻ്റെ ബേസിക് ട്രിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പം ലാസ്റ്റ് അയച്ച ഒരു കീ പീസ് ഇത് തന്നെയാണ് ഇതിൻ്റെ ബേസിക് ട്രിക്ക്. കാരണം നമ്മളിപ്പം ഒരു സാധനം ഉണ്ടാക്കി കഴിഞ്ഞ് ഈ ഒരു ലോക്ക് ഇട്ട് കഴിഞ്ഞാൽ ആ ലോക്ക് തന്നെ അയക്കണം മൊത്തത്തിൽ അയച്ചെടുക്കണമെങ്കിൽ. ഇതിനകത്ത് എല്ലാത്തിനും ഇതുപോലെ തന്നെയാണ്, ഒരു ലോക്ക് പീസ് ആയിരിക്കില്ല. ഇതിനകത്തിപ്പോൾ ഒരുപാട് ലോക്ക് പീസ് അതിൻ്റെ വെറൈറ്റി മോഡലാണ്. യൂട്യൂബിൽ സെർച്ച് ചെയ്യാൻ കിട്ടും, യൂട്യൂബിലും നെറ്റിലൊക്കെ ഉണ്ട് ഒരുപാട് മോഡൽസ്. പക്ഷേ ഈ എല്ലാ മോഡൽസും കിട്ടണമെന്നില്ല, കാരണം കുറേ സാധനങ്ങൾ ഞാൻ തന്നെ ഡിസൈൻ ചെയ്തതാണ്. കാരണം ഇപ്പോൾ ഈ ഒരു മോഡൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ തന്നെ ഒരു വെറൈറ്റി നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഒരുപാട് ഇതിപ്പം 6 പീസ് വെച്ചിട്ടില്ല, ഇതിലിപ്പോൾ 24 പീസ് ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ സാധനം ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ
പ്ലാനിങ് ഏകദേശം കംപ്ലീറ്റ് ആയി. 2700 പീസ് വെച്ച് സാധനം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. 2700 പീസ്. എൻ്റെ ബേസിക് ലെവൽ 6 പീസാണ്. പിന്നെ 2700 പീസ് വെച്ച് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. ഇപ്പോൾ തുടങ്ങണമെന്നും തീരുമാനിച്ചില്ല. ഇതേ വർക്കിൻ്റെ തന്നെ ഏറ്റവും ചെറിയൊരു രൂപമാണിത്. ആണെങ്കിൽ വേൾഡ് സ്മോളസ്റ്റ് വുഡൻ പസിൽ ജോയിന്റ് അല്ലെങ്കിൽ അവിടെ വേണമെന്ന് പറയാം. വുഡൻ പസിൽ ജോയിന്റ് എന്ന് പറയും. സ്മോളസ്റ്റ് വുഡൻ. ഞാൻ റെക്കോർഡ് സെർച്ച് ചെയ്ത് നോക്കി. ഇന്നവരെ ഇത്രയും ചെറുതായിട്ട് ആരും ചെയ്തിട്ട് കണ്ടിട്ടില്ല. സെർച്ച് ചെയ്ത് കിട്ടാത്തതാണെന്ന് അറിയില്ല. ഞാനൊരു വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. വേൾഡ് ഏറ്റവും ചെറുത് ഉണ്ടാക്കി വെച്ചാൽ നമ്മുടെ ഇവിടെ തന്നെ പെരിയയിലുള്ളൊരു പത്മനാഭചാരി എന്ന് പറഞ്ഞിട്ടൊരു ആളുണ്ട്. അവിടെ ഉണ്ടാക്കുന്നുണ്ട്. അത് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ കണ്ടിട്ടുണ്ട്. അതിനകത്ത് അതിനേക്കാളും ചെറിയ സൈസിലുള്ള സാധനം ഉണ്ടാക്കിയിട്ടുള്ളത്. അത് 2 സെന്റിമീറ്റർ ആണെന്ന് തോന്നുന്നു അതിന്റെ സൈസ്. ഇതിപ്പോ അതിന്റെ 5 മില്ലിമീറ്റർ മാത്രമേ ഉള്ളൂ ഇതിന്റെ സൈസ്. 5 മില്ലിമീറ്റർ. 6 പീസസ് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ 5 മില്ലിമീറ്റർ അടുത്തത്. 6 പീസസ്. അപ്സരയുടെ പെൻസിലാണ്. അപ്സര ഒറ്റ പെൻസിൽ ലെഡിൽ, അതായത് നമ്മൾ സാധാരണ എഴുതാൻ ഉപയോഗിക്കുന്ന പെൻസിലിന്റെ ലെഡ് ഉണ്ടല്ലോ, അത് ഗ്രാഫൈറ്റ്. ഒറ്റ പെൻസിലിന്റെ ലെഡിനകത്ത് തന്നെ കൊത്തിയെടുത്താണ്. ഓ മൈ ഗുഡ്നസ്, കൊള്ളാം. ഇങ്ങനെയുള്ള സാധനങ്ങൾ ഇപ്പോൾ ഒറ്റ ട്രയലിൽ തന്നെ കിട്ടണമെന്നില്ല. ഇപ്പൊ 4ാമത്തെ പെൻസിലിനകത്ത് ഇത് ചെയ്തിട്ടുള്ളത്. ആദ്യത്തെ അതിന് മുന്നേ ഇത് 5ാമത്തെ പെൻസിലിനകത്ത് കിട്ടിയില്ല. അതിന് മുന്നേ ഇത് 4 പെൻസിലും പൊട്ടിപ്പോയി. ട്രൈ ചെയ്ത് ഉണ്ടാക്കി. 12 പീസുള്ളൊരു സാധനം നമ്മുടെ ഹരിപ്രസാദ് ഈ കുപ്പിക്കകത്ത് കയറ്റി, മായാവിയൊക്കെ കയറ്റുന്ന പോലത്തെ ഒരു കുപ്പിയുണ്ട് ഇവിടെ. ആ കുപ്പിക്കകത്ത് കയറ്റിയിട്ടുണ്ട്. ഇത് എങ്ങനെ ഇതിനകത്ത് കയറ്റിയത്? എങ്ങനെയാണ് പരിപാടി? അതെങ്ങനെ വെച്ച് കഴിഞ്ഞാൽ മറ്റേ ബോട്ടിനകത്ത് കപ്പലും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് എടാകൂടം ചെയ്തുകൂടാ കുപ്പിക്കകത്ത് ആലോചിച്ചിട്ടാണ് ഇതിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യം ഏത് ജോയിൻ്റ് അതിനകത്ത് ചെയ്യുക എന്നാലോചിച്ചു. ഫസ്റ്റ് നോക്കിയപ്പോൾ തന്നെ കിട്ടിയത് ഈ ഒരു ജോയിന്റ് ചെയ്യാനായിരുന്നു. 12 പീസോടെ ഈ ജോയിന്റ് ഇപ്പം നമ്മൾ പുറത്തുനിന്ന് ജോയിൻ ചെയ്യുമ്പോൾ തന്നെ 2 പേരിനാണ് ജോയിൻ ചെയ്യാൻ പറ്റില്ല. അത്ര പെട്ടെന്നാണെങ്കിൽ ചെയ്യാൻ പറ്റും. പെട്ടെന്ന് ജോയിൻ ചെയ്യണമെങ്കിൽ 2 പേര് ആവും. കാരണം ഹോൾഡ് ചെയ്ത് വെച്ച് ഓരോ പീസ് കയറ്റി അങ്ങനെയുള്ള സാധനം ഈ കുപ്പിക്കകത്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് വിരൽ പോലും കിടക്കില്ല. ഇപ്പോൾ തുറന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് വിരൽ പോലും സാധനത്തിനൊക്കെ ചെയ്തു. നമുക്കെന്നേറ്റം ഈ സാധനം ഇതിനകത്തേക്ക് ഡയറക്റ്റ് ജോയിൻ ചെയ്ത് നടക്കാൻ പറ്റും. അകത്തുനിന്ന് ജോയിൻ ചെയ്തതാണ്. അടുത്ത് വെച്ച് തന്നെ കൊടയുടെ കമ്പിയും ഒക്കെ ഇറക്കിയിട്ട് ജോയിൻ ചെയ്തതാണ്. ഇത് ഒരുപാട് സമയം എടുത്തിട്ടുണ്ട്. 36 മണിക്കൂറിനടുത്ത് സമയം എടുത്തിട്ടുണ്ട് വർക്കിംഗ് ചെയ്യാൻ വേണ്ടി. 1.5 ദിവസം. ഇതൊരു വിളക്കിന്റെ മോഡലാണ്. വിളക്ക് ഒറ്റ മരത്തിൽ കുത്തിയെടുത്താണ്. ഒറ്റ മരത്തിൽ കുത്തിയെടുത്താണത്. ഒറ്റ മരം മീൻസ് ചങ്ങലമര ഒരു മരം. സാധാരണ വിളക്ക് പോലെ തന്നെ ഇത് കഴിച്ചെടുക്കാൻ ചങ്ങല ഒരു പീസാണല്ലേ? എങ്ങനെയാ ഈ പരിപാടിയിലേക്ക് എത്തിയത്? അതായത് ഇങ്ങനെ ഒരു കഴിവുണ്ടെന്ന് എപ്പോഴാണ് മനസ്സിലായത്? ആദ്യം നമ്മള് യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ട് ഇതുപോലത്തെ കുറെ ജോയിൻസ്. ആദ്യം ഒരു മോഡൽ ട്രൈ ചെയ്ത് നോക്കി. യൂട്യൂബിലുള്ള അതിന് മുന്നേ തന്നെ ഞാൻ 10ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് അവിടുത്തെ ഒരു സാറുണ്ടായിരുന്നു, പ്രകാശ് സാറുണ്ട്. അപ്പോൾ സാറ് ഈ ഒരു മോഡൽ ആദ്യം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉണ്ടാക്കാൻ പറ്റുമോ ചോദിച്ചു. ഫസ്റ്റ് ഉണ്ടാക്കി കാണിച്ചു കൊടുത്തു. പിന്നെ ഇൻട്രസ്റ്റ് വന്ന് അതിൻ്റെ തന്നെ കുറേ വെറൈറ്റി സാധനങ്ങൾ പ്രാക്ടീസ് ചെയ്തു. അതിനുശേഷം 2ാമത് ചെയ്താണ്. അങ്ങനെ രൂപം മാറ്റി അതാണ് ഈ ഒരു ഷേപ്പിലേക്ക് എത്തിച്ചേർന്നു. ഇനി അടുത്തത് ഇതിൽ ഏതെങ്കിലും ഒന്ന് ഡിസ്മാൻഡിൽ ചെയ്ത് കാണിക്കാൻ പറ്റുമോ? ഇത് ഒറ്റ മരത്തിൽ കുത്തിയെടുത്താണ്. ഇത് ഒറ്റ മരത്തിൽ കുത്തിയെടുത്താണ്. ഇപ്പൊ ചങ്ങല ഉണ്ടാക്കുന്ന പ്രോസസ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലുള്ളൊരു ഇപ്പൊ ഒരു ചങ്ങലയാക്കാൻ വേണ്ടി ഞാൻ പകുതി ഉണ്ടാക്കി വെച്ചാണ്. അത് ഇതുപോലെ മാർക്ക് ചെയ്തെടുത്ത് പിന്നെ ഓരോ പീസായിട്ട് കൊത്തിയെടുക്കുക. ലാസ്റ്റ് ഇത് ഇനി അങ്ങോട്ട് ചങ്ങലയാവും. ഇങ്ങോളം ചങ്ങലയാവും. ഫുള്ള് മാർക്ക് ചെയ്ത് വെച്ചാൽ ചങ്ങലാക്കാൻ വേണ്ടി മാർക്ക് ചെയ്ത് വെച്ചാൽ ഇതുപോലെ കൈ കൊണ്ട് കൊത്തുകയാണോ അതോ എന്തെങ്കിലും ടൂൾസ് എന്തെങ്കിലും ഉണ്ടോ? ചെറിയ നമ്മള് ഉളി വെച്ച് ചെയ്യാൻ പറ്റില്ല. കാരണം അത്രയും മൈന്യൂട്ട് ആയിട്ടുള്ള വർക്കല്ലേ. ചെറിയ കമ്പി കഷ്ണം.
ഓക്കെ. ആ അല്ലാതെ എന്തെങ്കിലും മറ്റു ടൂൾസ് എന്തെങ്കിലും ഉണ്ടോ ഇലക്ട്രിക്? ക്രാഫ്റ്റ് ഡ്രില്ല് കിട്ടാനുണ്ട്. ആ ആ ആ ഒരു കൊള്ളാം. വേറെ ഇനി പുതിയതായിട്ട് ഈ എത്ര 2000 പീസ് വെച്ചിട്ടോ ഒരു സംഭവം ചെയ്യാൻ ഉദ്ദേശിച്ചില്ലേ? ഇല്ല. ഓക്കെ ഓക്കെ. ഇപ്പൊ എന്ത് ചെയ്യാ ഹരിപ്രസാദ്? ഞാനിപ്പോ ഒരു കോഴ്സ് ചെയ്യുന്നുണ്ടായിരുന്നു. ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ പോളിടെക്നിക്ക് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ടാണ് കോഴ്സിന് പോയിട്ടുള്ളത്. ഓക്കെ ഓക്കെ ഓക്കെ. ഞാൻ ഫസ്റ്റ് മോഡൽ ഒരു വീട്ടിൽ ചെയ്ത് വെച്ചത് കണ്ടിട്ട് ചെയ്തതാണ്. ചെയ്ത് വെച്ചാണോ ഇല്ല ഇത് മ്യൂസിക് ഉണ്ടാവുമെന്ന് ഓർമ്മയില്ല, ചെയ്തതാണ്. ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഇതിൻ്റെ ഒരു ഒറിജിനൽ മോഡൽ ആദ്യം ഉണ്ടാക്കിയ സാധനം കോട്ടയം വഴിപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്ത് അമ്പലത്തിനകത്ത് കരിങ്കലിൻ്റെ തൂണിനകത്ത് ജോയിൻ ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് പറയുന്നത് ന്യൂസിനകത്ത്. പെരുന്തച്ചും കരിങ്കലിൻ്റെ തൂണ് ജോയിൻ ചെയ്തു ആണ് ന്യൂസിലുണ്ടായത്. കണ്ടിട്ടില്ല. എൻ്റെ ഒരു മോഡൽ തന്നെയാണ് ഇതേ സാധനം കരിങ്കലിൻ്റെ തൂണിൽ ചെയ്ത് വെച്ചിട്ടുണ്ട് അവിടെ. ഓ അത് ഇത് ഈ സംഭവം 6 വശമുള്ളൂ. പിന്നെ ഇത് 4 വശം, ഇത് 6 വശം. സാധാരണ നമുക്ക് അയച്ചെടുക്കാൻ പറ്റില്ല, കാരണം ഇതിന്റെ താഴെ ഭാഗത്ത് വീതി കൂടുതലായിരിക്കും, മുകൾ ഭാഗത്ത് വീതി കുറവായിരിക്കും. അപ്പൊ നമുക്ക് പ്രസ് ചെയ്ത് കയറ്റാൻ പറ്റില്ല. അപ്പൊ ഇതെങ്ങനെയാണ്? ഇത് 4 സൈഡിലുണ്ട്. 4 സൈഡിലുണ്ടായതുകൊണ്ട് നമുക്ക് സൈഡിൽ നിന്നുള്ള ആക്സസും കിട്ടും. ഓക്കെ. അപ്പോൾ ഇതെങ്ങനെയാണ് കയറ്റുക എന്നുള്ള ചോദ്യമില്ലേ, ആ ചോദ്യം തന്നെയാണ് ഇടാവണം. ടെക്നിക്കൽ ഹൈസ്കൂളിലും VHSC IT പഠിച്ചവർക്ക് അറിയാം ടീ ജോയിന്റും കാര്യങ്ങളും അത് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ഇതിന്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ സാധാരണ ടീ ജോയിന്റ് അല്ല. ഇതിനകത്തും നമുക്ക് ഈ നോർമലി ഇങ്ങനെ ഒരു സാധനം ഇമ്പോസിബിൾ ആണ്, ചെയ്യാൻ പറ്റില്ല. ഇമ്പോസിബിൾ ജോയിന്റ് നോർമലായിട്ട് ഇതുപോലെ കാണിക്കാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ ഫ്രണ്ടിൽ വീതി കൂടുതലും ബാക്കിൽ വീതി കുറവാണ്. അപ്പോൾ നമുക്ക് മുന്നോട്ട് സ്ലൈഡ് ചെയ്ത് കയറ്റാൻ പറ്റില്ല. നമ്മൾ സ്കൂളിലൊക്കെ ചെയ്യുന്ന ജോയിന്റ് വെച്ച് കഴിഞ്ഞാൽ സാധാരണ പ്രസ് ചെയ്ത് കയറ്റാം അല്ലെങ്കിൽ സ്ലൈഡ് ചെയ്ത് കയറ്റാം. അങ്ങനെ ടീ ജോയിൻസ് ഉണ്ടാവുക. പോരാത്തിന് നമ്മളിപ്പോൾ പുറകെ നിന്നാൻ നോക്കി, ഇനിയിപ്പം മുകളിൽ താഴോട്ട് അമർത്താൻ നോക്കിക്കഴിഞ്ഞാൽ അടിയിൽ വീതി കൂടുതലും മുകളിൽ വീതി കുറവാണ്. നമുക്ക് പ്രസ് ചെയ്ത് കയറ്റാനും പറ്റില്ല. പുറകിൽ ഇങ്ങനത്തെ ഒരു പീസ് ഉണ്ടായതുകൊണ്ട് മുന്നിൽ ഇങ്ങോട്ട് സ്ലൈഡ് ചെയ്യാനും പറ്റില്ല. അതിന് പോസിബിൾ ആക്കി എടുക്കാം എന്നാണ് ഇടപെടുത്തുന്നത്. ഇതിന്റെ എന്തെങ്കിലും ഡെമോ എന്തെങ്കിലും കാണിച്ചു തരാൻ പറ്റുമോ? ഏതാണ്ട് ഇതുപോലുള്ള പീസുകൾ. ഇനിയിപ്പോൾ ഇത് ഫിറ്റ് ചെയ്യണമെങ്കിൽ എത്ര സമയം വേണം? സമയം ചെറിയ ടൈം മാത്രമേ ഉള്ളൂ. പക്ഷെ ഇപ്പം കയ്യിൽ ഹോൾഡ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കാരണം അങ്ങനെ 2 പേരുടെ സഹായം ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ കഴിച്ചെടുക്കാൻ പറ്റുന്നതാണ്. സാധനമാണ് ഇതിനകത്ത് ഒരു വിരൽ പോലും പോകാത്ത സ്ഥലത്തിനകത്ത് ചെയ്തിട്ടുള്ളത്. ഹോൾഡ് ചെയ്ത് നിർത്താൻ വേണ്ടി തന്നെ ഞാൻ പറഞ്ഞു 2 പേരുടെ സഹായം വേണം. 2 പേര് വേണമല്ലേ? ഈ വടക്കിനകത്ത് ചെയ്ത് വെച്ച ഞങ്ങൾ ഒരു കുറച്ചും കൂടി സൂമായി കാണണമെങ്കിൽ അതിൻ്റെ തന്നെ ഒരു വലിയൊരു മോഡൽ ഉണ്ടാക്കിയാണ്. ഉണ്ടാക്കി എന്തിനാ വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ടൊക്കെ ബസ് മൂക്കൊട്ടാന്ന് പറഞ്ഞൊരു സാധനമുണ്ട്.
വീടിന്റെ മുന്നിലൊക്കെ തൂക്കിയിടുന്ന കുറി അതിന്റെ ഒരു മോഡലാക്കാൻ വേണ്ടിട്ട് ചെയ്തതാണ്. അതിന് തൂക്കിയിടാൻ വേണ്ടിയുള്ളൊരു ചങ്ങല സെറ്റായിട്ടില്ല. കുഞ്ഞന്മാരൊക്കെ ഇരിക്കുന്നുണ്ടല്ലോ. നേരത്തെ ആ കുപ്പിയിൽ, ചെറിയ കുപ്പിയിൽ കണ്ട സാധനമാണ്. ഇത്രയും സൂം ചെയ്തിട്ടാണ് ഇത് കിട്ടുന്നത്. ഇതിവനിപ്പോൾ തിരിച്ച് അതേപോലെ ആക്കുന്നുണ്ട് കേട്ടോ. ഇത്രത്തോളം ചെറുതാണ്. ഉണ്ട് നമ്മുടെ ഈ കുപ്പിയിലിരുന്ന സാധനമാണ് കേട്ടോ അത്. ഇത് എത്ര സെൻറ്റിമീറ്റർ? അത് അല്ല, സെൻറ്റിമീറ്റർ ഇല്ല, മില്ലിമീറ്ററേ ഉള്ളൂ അല്ലേ? മില്ലിമീറ്റർ, അര സെൻറ്റിമീറ്റർ ഇല്ല, 5 മില്ലിമീറ്റർ പോലും ഇല്ല സൈസ്. 4 മില്ലിമീറ്ററാണ് അതിൻ്റെ വലിപ്പം കേട്ടോ. ഞാൻ നമ്മുടെ ഗോപാലനാചാര്യയുടെ സുരംഗ ഷൂട്ട് ചെയ്യാനായിട്ട് ഇവിടെ വന്നപ്പോഴാണ് നമ്മുടെ ഹരിപ്രസാദിനെ ഇവിടെ വെച്ച് കണ്ടത്. അപ്പോൾ എന്താണ്, ഈ ടീഷർട്ടും ഇതെല്ലാം വളരെ പരിചയമാണ്. ഞാൻ വർക്ക് ചെയ്യുന്ന കോളേജിൻ്റെ കോളേജും ഈ കേസ് എന്ന് പറഞ്ഞ കേരള അക്കാഡമി ഓഫ് സ്കിൽ എക്സലൻസ് എന്ന് പറഞ്ഞിട്ട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്, ചവറയിൽ. അപ്പോൾ അവിടുത്തെ നാഷണൽ ലെവൽ പാർട്ടിസിപ്പൻ്റാണ്, റീജിയണൽ ലെവലിലെ സിൽവർ മെഡലിസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് ഇവിടുന്ന് ഈ വീഡിയോ എടുക്കാതിരിക്കാനായിട്ട് എനിക്ക് പറ്റിയില്ല. ഓക്കെ, അപ്പോൾ 2 പ്രാവശ്യം പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്, 2017 2020. ഓ ഓക്കെ. അപ്പോൾ താങ്ക് യു ഹരിപ്രസാദ്, താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ ഇത് മാക്സിമം ഷെയർ ചെയ്തേക്കാം. ഓക്കെ, താങ്ക് യു.